ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുഭാഷിന് വേണ്ടി ഓരോരുത്തരായിട്ട് രാത്രിയിൽ കാവലിരിക്കായിരുന്നല്ലോ. നേരം വെളുത്തെഴുന്നേറ്റ് നമ്മുടെ നിധി ചായ കുടിക്കുന്നു. ആ സമയത്ത് നികേഷ് അവിടെ വന്ന് ഇങ്ങനെ ഉറക്കം ക്ഷീണത്തിൻ്റെ ഓരോന്നൊക്കെ കാണിക്കുക. അപ്പോഴേക്ക് സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. സുഭാഷ് വന്നിട്ട് അവൻ ഇന്നലത്തെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ലെന്നും ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നെ എഴുന്നേറ്റ് നോക്കലൊക്കെ ആയിരുന്നു, അതൊക്കെ ഞാൻ കണ്ടായിരുന്നൂടാ എന്നൊക്കെ സുഭാഷ് പറഞ്ഞപ്പോൾ ഞാൻ മാത്രമല്ല ഇന്നലെ വീട്ടിൽ ആരും ഒരു പോളെ കണ്ണടച്ചിട്ടില്ലെന്ന് നികേഷ് പറയാം. എല്ലാവർക്കും സുഭാഷ് ഏട്ടൻ്റെ കാര്യം തന്നെയായിരുന്നു മനസ്സിലെന്ന് പറയാട്ടോ. അപ്പോൾ ഇത് കേട്ട് നിധി ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയം സുഭാഷ് ഏട്ടൻ വീണ്ടും എഴുന്നേറ്റ് പോകുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മനസ്സിലെന്ന് പറഞ്ഞപ്പം ഏട്ടൻ ഇനി എങ്ങോട്ടും പോകാൻ പോണില്ല, എന്താ പോരേന്ന് ചോദിച്ചു. മോളെ ദോശ ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുമ്പം ഇന്നും ദോശയാണോ? ഓ വേറെന്താ വേണ്ടെന്ന് പറയാൻ നികേഷിനോട് അന്നേരം സുഭാഷ് അത് മസാല ദോശ ആയാലോ, അത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇടാണെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സുധീഷും അതുപോലെ ഹരീഷും കൂടി വന്നു, കുറേ പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ട്. ഇതെന്താടാ? അല്ല സുഭാഷ് ഏട്ടൻ ഇനി ഇത് മേടിക്കാനാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി മേടിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ഒന്ന് സുധീഷ്. അല്ല നീ എന്തിനാ ഇതൊക്കെ വാങ്ങിക്കാൻ പോയെന്ന് ചോദിച്ചപ്പം ആ പേരിൽ സുഭാഷ് ഏട്ടൻ പുറത്തിറങ്ങി ഓടിപ്പോകാൻ പാടില്ലല്ലോ എന്ന് ഹരീഷ്. എടാ നിന്നെ അത് തന്നെ പറഞ്ഞ എനിക്ക് ദേഷ്യം വരും കേട്ടോ എന്ന് പറഞ്ഞു. ചുമ്മാതിരി സുഭാഷ് ഏട്ടൻ, ചുമ്മാതെ അവനൊന്ന് തോണ്ടിയതല്ലേ എന്ന് സുധീഷ്. സുഭാഷ് ഏട്ടൻ പോയി എന്നറിഞ്ഞപ്പോഴേ ഞങ്ങൾ കൂടാതെ വേറെ ചിലരും വല്ലാതെ വിഷമിച്ചു. ആരാണെന്ന് അറിയാവോന്ന് ചോദിച്ചു. അച്ഛനല്ലേ? കുറേ സ്ഥലത്ത് തന്നെ അന്വേഷിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. ഇന്നലെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വിഷമമായെന്നും പറഞ്ഞു. അച്ഛനല്ല വേറൊരാളാന്ന് പറഞ്ഞു. ആര്? അതൊക്കെ ഉണ്ട്, എത്ര ആലോചിച്ചാലും സുഭാഷ് ഏട്ടൻ അത് പിടികിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു നേരം നികേഷ്. അതാരാ? ഇപ്പം ഇവരെല്ലാവരും ഇങ്ങനെ സുഭാഷിനും കൂടി പറയുകയായിരിക്കാം. നമ്മുടെ ഗംഗാധം വലിച്ചനും ലളിതമായി. ആണോടാ? സത്യം, സുഭാഷ് ഏട്ടൻ പോയെന്ന് കേട്ട ഉടനെ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നായിരുന്നേ. ശരിക്കും സംഭവിച്ചോ? ശരിക്കും സംഭവിച്ചെന്നേ. സത്യം ഞങ്ങൾ പറയണേ. വല്യച്ഛൻ അതിനിടയിലേ നമ്മൾ ഈ വീട് വിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞൊന്ന് നോക്കി. പക്ഷെ ലളിതമായിയേ സുഭാഷ് ഏട്ടൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരും, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. അതിനിടയ്ക്ക് ഇവിടുത്തെ കാരണവരെ അവരോട് മെക്കിട്ട് കയറാൻ നോക്കി, പക്ഷെ അവരൊന്നും മറുത്തു പറഞ്ഞില്ല ഏട്ടാ. ഏതായാലും വീട്ടിലൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരൊക്കെ കൂടെ നിന്നല്ലോ, നന്നായിന്ന് സുഭാഷ് പറയാം. അങ്ങനെ എല്ലാം മറന്ന് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണെന്ന് അറിയാമെന്ന് ചോദിച്ചപ്പം ബെസ്റ്റ്. അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. സുഭാഷ് ഏട്ടനായതുകൊണ്ട് മാത്രമായിരിക്കും അവരൊന്നും വന്നിട്ട് പോയത്. അതവരുടെ വായിൽ തന്നെ വീഴുകയും ചെയ്തു എന്ന് പറയാം കേട്ടോ സുധീഷ്. അതൊന്നും അല്ലടാ, അങ്ങനൊന്നും അല്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും നീ നോക്കിയോ, അവരും കൂടെ ഉണ്ടാകും ഉറപ്പാണെന്ന് പറഞ്ഞപ്പം ഓഹോ അത് ശരി എന്ന് വെച്ചാൽ ഇനിയും പ്രശ്നം ഉണ്ടാകണമെന്നാണോ നികേഷ്? അയ്യോ അതൊന്നും അല്ലടാ, അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എത്ര വഴക്കിട്ടാലും ഒരു വലിയ പ്രശ്നം വരുമ്പോൾ സ്വന്തക്കാര് കൂടെ നിൽക്കുമല്ലോ എന്നൊന്ന് സമാധാനിച്ചതാ ഞാനെന്ന് സുഭാഷ് പറയാം. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ, ഞങ്ങളെല്ലാം എന്തുമാത്രം അനുഭവിച്ചെന്നറിയാവുന്ന നിധി അന്നേരം പറയാം. അതെ ഞാനും ആകെ അങ്ങ് പേടിച്ചു പോയതാന്നേ. നിങ്ങൾക്കൊക്കെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിചാരം, അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷ് ഏട്ടൻ അവിടെ ഉണ്ടെന്ന് ചെറിയൊരു ക്ലൂ കിട്ടിയപ്പോഴത്തേന് ഞാൻ ഓടിയെത്തിയില്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ജ്യോത്സ്യരുടെ കാര്യവും പറഞ്ഞു. അവർ ഓരോന്ന് ചെയ്യുന്നത് ആ ജ്യോത്സ്യർ പറയുന്നത് കേട്ടിട്ടാ, ജ്യോത്സ്യർ പറയുന്നതിനപ്പുറം വേറെ ഒന്നും അവരൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സുധീഷ് പറയാട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നിധി പറഞ്ഞപ്പോൾ അതേന്നേ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണെന്നേ. അയാൾ പറഞ്ഞ സുഭാഷ് ഏട്ടൻ്റെ ജാതക വിധി ഉണ്ടല്ലോ അത് തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു തരും. അല്ലടാ ഗിരീഷേ, അതായത് ലളിതയൊക്കെ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെയാണെന്നും ആ പുള്ളിക്കാരനാണ് അവരുടെ ജീവിതം നിയന്ത്രിക്കുന്നതെന്നൊക്കെയാണ് നമ്മുടെ സുധീഷ് പറഞ്ഞു വന്നത്. അത് തെളിയിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടന് സമാധാനം ആവത്തില്ലേ എന്ന് സുധീഷും അതുപോലെ ഹരീഷും കൂടെ ചോദിച്ചു. അല്ല നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ടെന്നേ, കാണിച്ചു തരാം. സുഭാഷ് ഏട്ടൻ നോക്കിക്കോ. നിധി ഓഫീസിൽ വിളിച്ചിട്ട് അവധി പറഞ്ഞോളാൻ പറഞ്ഞു. ഇന്ന് സുഭാഷ് ഏട്ടൻ്റെ സംശയം തീർത്തു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. സുധീഷേ ഈ കാര്യത്തിൽ നിങ്ങളുടെ ഉടായ്പ പരിപാടി കാണിക്കരുത് കേട്ടോ എന്ന് നിധി പറഞ്ഞപ്പം ഇല്ലേടത്തി ഇത് ഞാൻ കൂടെയുണ്ട്, വാ സുധീഷ് ഏട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞവർ രണ്ടുപേരും കൂടെ പോവാം. എന്നെക്കാളും വിശ്വാസം നിന്നെയാണല്ലോ അല്ലേ, അത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണെന്ന് ഹരീഷ് അന്നേരം സുധീഷിനോട് പറയാം. വാടോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങ് പോയി. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ എന്നാലും എന്തായിരിക്കും പരിപാടി എന്ന് നികേഷ് ചോദിച്ചപ്പോൾ നോക്കാം വരട്ടെ എന്നും പറഞ്ഞ് അവരിയ്ക്കുന്നു. സുഭാഷ് അടുക്കളയിലേക്കും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ വരുന്നു. ആ ഓട്ടോയിൽ കുറച്ച് സ്വാമിമാരിറങ്ങി വരുന്നു. താടിയുള്ളതും താടിയില്ലാത്തതും നരച്ചതും നരയ്ക്കാത്തതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇറങ്ങി വരിക. വാ എന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് നിരയിൽ നമ്മുടെ
സുധീഷും ഹരീഷും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ആരാടാ എന്ന് ചോദിച്ചു കേട്ടോ. ആരൊക്കെയാടാ ഇത്? അന്നേരം അവരെങ്ങനെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കാം. ഇവരൊക്കെ വലിയ ജ്യോത്സ്യന്മാരാന്ന് പറഞ്ഞു. ഇവിടെ എന്താ അഷ്ടമംഗല്യ പ്രശ്നമെല്ലാം വെച്ച് നോക്കാൻ പോവാണെന്ന് ചോദിക്കുമ്പം അയ്യോ അതല്ല, ഇവരെ വെച്ചാണ് സുഭാഷ് ഏട്ടൻ്റെ മനസ്സിൽ ഉറച്ചുപോയ ചില ധാരണകൾ തീർത്തു മാറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല, സർപ്രൈസാ, വേണമെങ്കിൽ നേരിട്ട് ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. എടേ കയറി സംസാരിക്കാൻ നിൽക്കരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. ശരി നിങ്ങൾ ചെല്ല, ഞാൻ വന്നോളാമെന്ന് അച്ഛൻ പറയണു, നിങ്ങൾ വരുമെന്നും പറഞ്ഞോട്ടോ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയവർ. അങ്ങനെ അദ്ദേഹം അവരെല്ലാവരും കൂടെ അവിടെ വന്നിരുന്നു. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ജാതകമാണ് നോക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക സുധീഷ്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാവരും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതെന്താണെന്ന് ആർക്കും ഇതുവരെ മനസ്സിലായില്ല. അങ്ങനെ എല്ലാവരും സുഭാഷിൻ്റെ ജാതകത്തിൽ നോക്കുവാണ്. അപ്പോൾ സുഭാഷ് ഏട്ടാ, ഇവരൊക്കെ വലിയ ജ്യോത്സ്യന്മാരാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇത് പറവൂർ പങ്കജാക്ഷൻ, അങ്ങനെ ഓരോരുത്തർ ടി വിയിൽ നക്ഷത്രഫലം പറയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് പേരെല്ലാം പറഞ്ഞ് അവരെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അവരോട് പുറത്തേക്ക് ഇരുന്നോളാൻ പറഞ്ഞു. ശരി പുറത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അവർ പുറത്തേക്ക് ഇരുന്നു. ഞങ്ങൾ വിളിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് അകത്തേക്ക് കയറി വരണം കേട്ടോ സ്വാമി എന്ന് പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ സുഭാഷ് ഇതൊക്കെ എന്തോന്നാടാന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ സുധീഷ് ഞാൻ നിൽക്കുക. ഇനി ഈ ജാതകം ചേട്ടൻ തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പോടാ അവിടുന്ന്, ചെല്ലുന്ന കൂടി ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് ഓടിച്ചു വിടുക. അങ്ങനെ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നികേഷ് അവർക്ക് കുടിക്കാൻ ചായയൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോൾ നിധിയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് ഈ ജാതകം നോക്കിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊള്ളാവെന്ന് പറഞ്ഞു. അപ്പോൾ കുരുത്തക്കേട് കാണിക്കും, എന്ത് സ്മാർട്ടാ അല്ലേ ഹരി എന്ന് നിധി. പിന്നെ അല്ല, ഇനി 4 പേർ ഒരേ കാര്യം പറഞ്ഞാലോ? അപ്പോൾ അതെ, അന്ന് പറഞ്ഞ അതേ കാര്യം ഈ 4 പേര് പറഞ്ഞാലോ? അപ്പോൾ എന്നാ എല്ലാം കയ്യിൽ നിന്ന് പോകും, അത്രേ ഉള്ളൂ. എടാ അങ്ങനെ ഒന്നും നടക്കില്ലെന്ന് പ്രാർത്ഥിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞ സുധീഷ്. ദൈവമേ നടക്കല്ലേ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. സുഭാഷ് എന്നിട്ട് ജാതകം എടുത്തിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ പണിക്കരിങ്ങ് പോന്നോട്ടെ. അപ്പോൾ നിങ്ങളാരാ ഈ പറവൂർ പങ്കജാക്ഷ പണിക്കർ? ഞാനാ, എഴുന്നേക്ക വന്നോളാം എന്നും പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നികേഷ് അകത്തേക്ക് ചെല്ലുന്നു. അദ്ദേഹം അവിടെ വെച്ച് കബഡിയൊക്കെ നിരത്തി ഇതെല്ലാം വെച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് ജാതകമൊക്കെ വാങ്ങിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അസൽ ജാതകം, ധനയോഗം, മാലയോഗം, കുടുംബയോഗം തുടങ്ങി എല്ലാ യോഗങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം പറയാം. എന്നാൽ ചന്ദ്രൻ നീചത്തിലായതുകൊണ്ട് ഇപ്പോൾ ജാതകക്കാരനൊരിത്തിരി മാനസിക വിഷമങ്ങളുണ്ടെന്നും വീട് വിട്ടു പോകാനുള്ള യോഗവും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ജാതകപ്രകാരം ജാതകക്കാരൻ ഇതിനോടകം കോടീശ്വരനാകേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. ബെസ്റ്റ്, എന്തുവാടാ ഇതൊക്കെ എന്ന് സുഭാഷ് ചോദിക്കും. അപ്പം ഇവരൊക്കെ നിന്ന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ വർത്തമാനം കേട്ടിട്ട് തല കറങ്ങി ഇവർ നിൽക്കുക. അപ്പം കല്യാണം അപ്പം നടക്കും ജ്യോത്സ്യരെ എന്ന് ഹരീഷ് ചോദിച്ചു. ഇതുവരെയും ഇയാൾക്ക് കല്യാണം ആയില്ലേ? സുഭാഷ് ഇങ്ങനെ നോക്കുക. ജാതകപ്രകാരം ഇയാളുടെ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കണമല്ലോ എന്ന് ഇദ്ദേഹം പറഞ്ഞു വിടാം പറഞ്ഞോണ്ട് സുഭാഷ് നേരം നിൽക്കുക. അയ്യോ കല്യാണമൊന്നും ആയിട്ടില്ല ജ്യോത്സ്യരെ എന്ന് സുധീഷ് പറഞ്ഞു. ജാതക വിധി അതല്ലല്ലോ കാണിക്കുന്നത്. അങ്ങനെ അയാൾ അവിടെ കിടന്ന് കുറെ ഉരുണ്ട് മെഴുകി അങ്ങ്. അപ്പോൾ ജാതക വിധിയിൽ ഇയാളുടെ കല്യാണം കഴിഞ്ഞതായിട്ടാണല്ലോ കാണണേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുധീഷ് നമ്മുടെ സുഭാഷിനെ ഇങ്ങനെ നോക്കുക. എന്നാ നീ എന്നെ ഇങ്ങനെ നോക്കണേന്ന് അന്നേരം സുഭാഷ് ചോദിച്ചു. എടാ ഇദ്ദേഹം പറയുന്നത് പോലെ ഒന്നും ഇല്ലാന്ന് നമ്മുടെ സുഭാഷ്. ശരി നിങ്ങൾ നോക്കിക്കോളൂ ജ്യോത്സ്യരെ എന്ന് നമ്മുടെ സുധീഷ്. അങ്ങനെ ജ്യോത്സ്യർ വന്നിരുന്ന് നോക്കി വീണ്ടും വരുന്ന് പറയാൻ തുടങ്ങി. ഇത്രയും നല്ല ജാതകം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം പറയാം. അങ്ങനെ കുറച്ച് ദോഷങ്ങളുണ്ട്, അതൊക്കെ മാറാൻ വേണ്ടുന്ന വഴിപാടിനൊക്കെ ഞാൻ കുറിച്ച് തരാം. അപ്പോൾ ഒരു കുഴപ്പം ജാതകക്കാരനില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. സേഫ് എന്ന് പറഞ്ഞ് നമ്മുടെ നികേഷ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരം നമ്മുടെ സുധീഷ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഊഴം കഴിഞ്ഞു. രണ്ടാമത്തെ അദ്ദേഹം വന്നിരുന്നത് കുറെ കബഡിയൊക്കെ നിരത്തി നോക്കി ഇതെല്ലാം നോക്കി. അപ്പോൾ ഈ ജാതകക്കാരന് മാതൃയോഗം ഇല്ല എന്ന് ഇദ്ദേഹം പറയാം. ഈ ജാതക പ്രകാരം ജനിച്ചതിന് ശേഷം അമ്മ നഷ്ടപ്പെട്ടിരിക്കണമെന്ന് പറയണു. അപ്പോൾ സുഭാഷ് ഇങ്ങനെ നോക്കും. അപ്പോൾ പലരും പലതാണല്ലോ പറയുന്നത്. ഭാസ്കരേട്ടൻ ഇങ്ങനെ നിൽക്കുക അന്നേരം സുഭാഷിന്റെ മുന്നിൽ. അപ്പം അതേ ജ്യോത്സ്യരെ, എൻ്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണെന്ന് സുഭാഷ് അന്നേരം പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറയുന്നതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുക. പിന്നെ പക്ഷേ അധികം വൈകാതെ വിവാഹം കഴിയുമെന്നും വരുന്നത് മഹാലക്ഷ്മിയെ പോലൊരു കുട്ടിയാവും എന്നും ഇദ്ദേഹം പറയാം. ആ കുട്ടി ഒരമ്മ സ്നേഹിക്കുന്നത് പോലെ ഈ ജാതകക്കാരനെ സ്നേഹിക്കും. ഇപ്പം മുൻപത്തെ ആൾ പറഞ്ഞു കല്യാണം കഴിയേണ്ട സമയം കഴിഞ്ഞത്. കാരണം 30 വയസ്സ് കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം അതുപോലൊരു സ്നേഹം അനുഭവിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട് എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴത്തേക്കും
ഭാസ്കരനൊക്കെ ചിരി വരും, ഇങ്ങനെ ബാഗ് അടിച്ചു പിടിച്ച് ചിരിക്കുക. സെറ്റാ എന്ന് പറഞ്ഞ സുധീഷ് ഇങ്ങനെ നിൽക്കുന്നു. തറവാട്ടമ്പലത്തിൽ പോയി ചെയ്ത് തീർക്കാനുള്ള വഴിപാടൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറഞ്ഞു. എല്ലാ ദോഷങ്ങളും മാറി കിട്ടുമെന്നും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അടുത്ത ആൾ വന്ന് കയ്യിൽ കൂട്ടിയും കുണിച്ചും ഹരിച്ചും കുറച്ചും ഒക്കെ പറയുവാണ്. അപ്പം ഇവരിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ, എന്താ ഈ പറയാൻ പോണേ എന്നുള്ളൊരിതിൽ ഭാസ്കരേട്ടൻ താടേക്ക് കയ്യും കൊടുത്തൊരു മൂലയിൽ ഇരിപ്പായി. ഓരോരുത്തരുടെ പറച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടേ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ ആളിങ്ങനെ ഇതൊക്കെയോ ഇങ്ങനെയൊക്കെ ഇന്നിങ്ങനെ ആലോചിക്കുക. അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി ആകാംക്ഷയോടെ നിൽക്കുക കേട്ടോ, എന്താ പറയാൻ പോണതെന്നുള്ളത്. അപ്പോൾ ഒരു ചെറിയ ദോഷം കാണുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് ദോഷമാണ്? അത് പിന്നെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പം ഏയ് അതൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു. സർപ്പദോഷം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ദേ കിടക്കുന്നു, അവിടുന്ന് സേഫ് ആകട്ടോ, അതിനാദ്യം പരിഹാരം കാണണമെന്ന് ആ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ്റെ വക കുറേ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു. അടുത്ത ലാസ്റ്റ് ആൾ വന്നു. അദ്ദേഹം വന്ന് ഇവരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവരെല്ലാം ഭയങ്കര പ്രാർത്ഥനയാട്ടോ. ജാതകം മറിച്ചും തിരിച്ചൊക്കെ നോക്കി. ദേ സൂര്യൻ 10 നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ബുദ്ധിയും തൻ്റെ ഇടവും ഉണ്ടെന്നുള്ള കാര്യം പറയാം. അപ്പം അത് സത്യമാണെന്ന് പറഞ്ഞു നികേഷ്. സൽക്കർമ്മിയാണ്. അപ്പം അതെ എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിൽക്കുക. സ്വന്തം അധ്വാനം കൊണ്ട് പച്ച പിടിക്കേണ്ട ജാതകമാണെന്നും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നത് 7ലും 8ലും ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക, 7ലും 8ലും അതെന്താ? ലഗ്നത്തിൻ്റെ 7ാം ഭാവം എന്നൊക്കെ പറയുന്നത് കളത്രോ അവിടെ ശനിയുടെ ദൃഷ്ടി എന്നൊക്കെ പറയാം. എന്തൊക്കെയോ ആ പുള്ളി ഇങ്ങനെ കുറേ പറഞ്ഞു കേട്ടോ. അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജ നടത്തണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നവരെല്ലാം പല രീതിയിൽ സംസാരിച്ചു. ഇറങ്ങി പോകുന്ന സമയത്ത് പൈസയും കൊടുത്തു വിടുകയാണ് സുധീഷും ഹരീഷും കൂടെ. അത് പറഞ്ഞ പൈസ ഉണ്ട്, എല്ലാവരും വീതിച്ചെടുത്തോണം കേട്ടോ. പറഞ്ഞ എല്ലാം ഉണ്ടല്ലോ, ഉണ്ട് നല്ലതേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ സ്വാമിമാരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭാസ്കരേട്ടൻ ഇതെല്ലാം ഇവൻ്റെ ജാതകപ്രകാരം പറഞ്ഞ കാര്യങ്ങളല്ലേടാ എന്ന് ഭാസ്കരേട്ടൻ ചോദിച്ചു. അതെ, എന്തായാലും എനിക്ക് കാര്യം മനസ്സിലായി. ഈ ജാതകത്തിലൊന്നും ഒരു കാര്യമില്ലടാ, കൂടെ കറങ്ങിയെടുക്കുന്ന മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും ദേ അവിടെ കിടന്ന് കറങ്ങുന്ന ഗ്രഹങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരേട്ടൻ പറയാം മക്കളോട്. ചെല്ലെന്നും പറഞ്ഞു. എന്നിട്ട് അവരെ പറഞ്ഞു വിട്ടു. അവരകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ അതെ അവരെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് നിധി ചോദിച്ചപ്പം തറവാട്ടമ്പലത്തിൽ പോകുന്ന കാര്യമല്ലേ? അതെ. അതിനിപ്പോൾ എന്താ പ്രശ്നം? തറവാട്ടമ്പലത്തിൽ പോയി വഴിപാട് നടത്തണമെങ്കിൽ നമ്മളത് നടത്തണം, അത്രയല്ലേ ഉള്ളൂ എന്ന് സുധീഷ് അന്നേരം ചോദിച്ചു. അപ്പോൾ അത് ഓക്കെ, ആ ഒരു കാര്യത്തിൽ മാത്രം അവർക്കെല്ലാവർക്കും ഒരു വിശ്വാസം. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി അവിടെ അടിച്ചുമായിരുന്നു. അപ്പോൾ സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നു. മോളെ ഇന്ന് ജോലിക്കൊന്നും പോകണ്ടെന്ന് ചോദിച്ചു. സെക്കൻഡ് സാറ്റർഡേ അല്ലേന്ന് ചോദിച്ചപ്പോൾ അതെ ഞാനിപ്പോൾ വരാവേന്ന് പറഞ്ഞു. സുഭാഷ് ഇറങ്ങുമ്പോൾ സുഭാഷ് ചേട്ടൻ ആളാകെ മാറിയല്ലേ, മുഖത്തിപ്പോൾ ഒരു തെളിച്ചൊക്കെ വന്നിട്ടുണ്ടെന്ന് സുധീഷ്. ശരിയാടാ, അത് പക്ഷേ എൻ്റെ ജാതകം നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ടല്ല, നിങ്ങൾക്ക് ഞാൻ കാരണം ഒരു തട്ടുകേട് ഉണ്ടാവില്ല എന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമാണെന്ന് നമ്മുടെ സുഭാഷ് പറയണം. അപ്പം അങ്ങനെ പറയുന്നത് കേട്ടപ്പം അത് ശരി, തറവാട്ടമ്പലത്തിൽ നമ്മൾ എന്നാ പോണേന്ന് ചോദിച്ചു നിധി. അത് നമുക്ക് പോവാലോ, ഇപ്പോൾ വേണമെങ്കിലും പോവാം. അതിന് മുന്നേ നമുക്കാദ്യം അമ്പിളി കാരനെ കണ്ടുപിടിക്കണ്ടേ? അതറിയില്ലേ? ഇല്ല. സുഭാഷ് ചേട്ടനും അറിയില്ലേ? അത് അങ്ങനെ ചോദിച്ചാൽ ഇതുവരെ പോവാത്തത് കൊണ്ട് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു സുഭാഷ്. നിങ്ങൾ ജനിച്ച് വളർന്നത് ഇവിടെയല്ലേ, പിന്നെ അറിയില്ലേ എന്ന് ചോദിച്ചു. നമ്മുടെ തറവാട്ടമ്പലം എവിടെയാണെന്ന് അന്നേരം അച്ഛനോട് ചോദിച്ചു നിധി. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. സത്യമായിട്ടും അറിയത്തില്ലേ? അറിഞ്ഞ പിന്നെ ഞാൻ പറയത്തില്ലേന്ന് ചോദിച്ചു. എല്ലാവരും ഒന്നും അറിയാത്ത മക്കളാണ്. ശരിക്കും നിങ്ങളുടെ നാട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ തന്നെയാണെന്ന് ഭാസ്കരേട്ടൻ. അതല്ല, ശരിക്കുള്ള ഒറിജിനൽ മനസ്സിലായില്ല. അതായത് അപ്പനപ്പൂപ്പന്മാരായിട്ട് എവിടെയാണോ ജനിച്ചത് അവിടെ ആയിരിക്കും തറവാട്ടമ്പലം. അങ്ങനെ അതേത് നാടാന്ന് ചോദിച്ചു. ശരിക്കും ഉള്ളത് പിറവൂര് വഴി അങ്ങനെ എങ്ങനെയൊക്കെ കറങ്ങി പോകുന്ന സ്ഥലത്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അതും പറഞ്ഞ അച്ഛൻ അങ്ങോട്ടേക്ക് പോയി. ഇത് എന്തായി സുധീഷേ, ഇത് ടെൻഷൻ അടിക്കണ്ട, തറവാട്ടമ്പലം അല്ലേ, അത് നമുക്ക് കണ്ടുപിടിക്കാന്നേ എന്ന് പറഞ്ഞു നമ്മുടെ സുധീഷ്. അങ്ങനെ ഇവർ അതും പറഞ്ഞുകൊണ്ട് അവിടെ എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.